ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം അനലിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാറ്റഗറി നമ്പർ 193/2024 എന്നുള്ളൊരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. 23/3/2025 മുതൽ 11/4/2025 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും മറക്കാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാതെ വിട്ടുപോകുന്ന പല കേസുകളുണ്ട്. അതൊന്നും ആവർത്തിക്കാതെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6/6/2025 എക്സാം വരുന്നത്. അതായത് നമുക്കിനി ഒരു ഏറിയാൽ ഒരു 2 മാസക്കാലമാണ് എക്സാമിന് കിട്ടുക. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ളൊരു പഠനം, ചിട്ടയായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടുതൽ പഠനം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രിയുടെ കൂടെ തന്നെ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലൊരു PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർ മാത്രമായിരിക്കും ഇത് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ കുറയാനുള്ളൊരു സാധ്യത കൂടെ ഉണ്ട്. കാരണം ആ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കാര്യക്ഷമമായി തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഉയർന്ന റാങ്ക് ലിസ്റ്റ് തന്നെ നമുക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള PSC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം അനലിസ്റ്റിൻ്റെ സിലബസ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ആ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ കേരള PSCൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ക്വാളിഫിക്കേഷനിൽ ഏത് ഡിഗ്രി എടുത്തവർക്കും അപേക്ഷിക്കാം എന്നൊരു ക്ലോസ് വെച്ചിരുന്നു. ഏത് ഡിഗ്രിയുടെ ഒപ്പം PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടെ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റാമെന്ന് വെച്ചിരുന്നു. നമ്മൾ കമ്പ്യൂട്ടർ ബേസ് ചെയ്തൊരു എക്സാമിൻ്റെ സിലബസ് ആയിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനോട് സാമ്യമുള്ള സിലബസുകളൊക്കെയാണ് നമ്മൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ആ എനി ഡിഗ്രി എന്നുള്ള പിന്നെ ക്വാളിഫിക്കേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനറൽ സിലബസാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസ് നോക്കുമ്പോൾ ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, സിമ്പിൾ, ജനറൽ റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, അങ്ങനെ നമ്മൾ ജനറൽ PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള സിലബസാണ് ഇതിൽ 80 മാർക്കും ചോദിച്ചിട്ടുള്ളത്. ആ PGDC അതായത് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് പഠിച്ചവർക്ക് വേണ്ടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള പോർഷനിൽ നിന്ന് 20 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതായത് PGDC പഠിച്ച ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരിക്കും നമുക്ക് മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജനറൽ PSCക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ടാവും, SSCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാമിന് ജനറൽ സബ്ജക്റ്റുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ജനറൽ PSCയിൽ പഠിച്ചിട്ടുള്ള ജനറൽ നോളേജ്, GK, കറണ്ട് അഫയേഴ്സ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെയാണ് ഇതിലെ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 80 മാർക്കിൻ്റെ അതായത് 80 മാർക്കോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറൽ PSCക്ക് പഠിക്കുന്ന സെയിം സാധനങ്ങളാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിലബസ് അതായത് സിലബസിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിതിനെ ഒരു അഡ്വാൻറ്റേജ് ആക്കി, അതായത് ഈ മാറിയ സിലബസിനെ ഒരു അഡ്വാൻറ്റേജ് ആക്കി നമുക്ക് പഠിക്കാവുന്നതാണ്. നമുക്കിനി മുമ്പിൽ ഒരു 2.5 മാസക്കാലമാണ് ഉള്ളത്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും വളരെ ആത്മാർത്ഥത്തോടെ തന്നെ വളരെ ഒരു ചിട്ടയായിട്ടൊരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ തയ്യാറെടുക്കുക. ഏണസ്റ്റ് അക്കാദമിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപക ക്ലാസ്സുകളായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി എക്സാമുകൾ, അങ്ങനെ ധാരാളം എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 24/7 മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് പഠിക്കാൻ ഒരേ മനസ്സുള്ള ഈ പല എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ പിന്നെ ഒരു ഗൈഡൻസോട് കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏണസ്റ്റ് അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ബാച്ച് റീസെൻ്റായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ഓഫറിൽ പർച്ചേസ് ചെയ്യാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.